സാഗരമധ്യത്തിൽ പെട്ടു ഞാൻ ഉഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ. ഒരു കര നീ എത്തിച്ചിടണമേ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇത്രമാത്രം കാരുണ്യത്തോടെ സ്നേഹത്തോടെ ഞങ്ങളിൽ അലിഞ്ഞു ചേരുവാൻ ഞങ്ങളുടെ കൂടെയായിരിക്കുന്നു. താവേ, വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവകരുണയുടെ വലിയ മാനങ്ങൾ, അർത്ഥങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് അനുഭവേദ്യമായ ദൈവത്തിൻ്റെ വലിയ കരുണ, എൻ്റെ അന്തരാളങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ, ആ ഒരു വലിയ ഡയറിയിൽ കർത്താവേ നിൻ്റെ കാരുണ്യം എന്തുമാത്രം അനുഭവിക്കാൻ സാധിച്ചു ഇത് മുഴുവൻ എഴുതി വച്ചിട്ടുണ്ട്. നിൻ്റെ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കും, നിൻ്റെ കരുണ ഞങ്ങൾ മനസ്സിലാക്കും. നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ പ്രത്യേകതകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ച് ഈശോ അരുളി ചെയ്യുന്നത് പ്രകാരമാണ്. ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ അപകടങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ ദൈവകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെ ഞാൻ സംരക്ഷിക്കും. മരണസമയത്ത് ഞാൻ അവരുടെ വിധിയാളനായിരിക്കുകയില്ല, മറിച്ച് രക്ഷകനായിരിക്കും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വിധിയാളനല്ല, മറിച്ച് രക്ഷകനായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ മുമ്പിൽ കാരുണ്യത്തോടെ രക്ഷകനായി അവതരിച്ച നല്ല തമ്പുരാനെയാണ് നമ്മൾ കാണുക. ഈ അൽത്താരയിൽ തിരുവോസ്തി ഭോജ്യമായി തിരുവോസ്തി രൂപനായി നമ്മുടെ കൂടെയായിരിക്കുന്നത് കാരുണ്യവാനായ ദൈവമാണ്. വചനം കൂടെ കൂടെ നമ്മളെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിൻ്റെ കരുണ കടലുപോലെ അനന്തമാണെന്നാണ്. ഇത്രമാത്രം ശക്തമായ കരുണ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് നമ്മളെ ആ സ്നേഹത്തിലേക്ക് വിളിക്കുന്നത് നല്ല തമ്പുരാൻ. ആ ഒരു കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം നമ്മൾ കാണുന്നത് കാൽവരിയിലാണ്, ക്രിസ്തുവിലൂടെ. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവായ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ 32-ാം സങ്കീർത്തനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് മാപ്പ് ലഭിച്ചവൻ്റെ വലിയ ആനന്ദമാണ്. മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം എന്ന പേരിലാണ് 32-ാം സങ്കീർത്തനം അറിയപ്പെടുക. അവിടെ പറയുന്നു, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ടവനും അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെട്ടവരുമായിട്ടുള്ള വ്യക്തികളെ ഭാഗ്യവാന്മാരെന്ന പേരിലാണ് അറിയപ്പെടുക. വീണ്ടും സങ്കീർത്തനം തുടർന്ന് പറയുന്നത്, ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവനും കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ ഏറ്റുപറയാൻ മടി കാണിക്കുകയും പാപത്തിനെ കുറിച്ചൊരു അനുതാപം ഇല്ലാതെ വരുന്ന അവസരത്തിൽ സങ്കീർത്തകൻ പറയുന്ന കാര്യം,
എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവിലെ മുതൽ ഞാൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയെന്ന് പറയുന്നു. വീണ്ടും സങ്കീർത്തകൻ പറയുന്നു, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് എന്നത് കുമ്പസാരം എന്ന കൂദാശയാണ്. കുമ്പസാരം എന്ന കൂദാശയിൽ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഒരു മറയുമില്ലാതെ ഏറ്റുപറയുമ്പോൾ വൈദികൻ്റെ സ്ഥാനത്തിരുന്ന് ദൈവം നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും നമ്മൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറുകയാണ്. ദൈവത്തിൻ്റെ കരുണ ശക്തമായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നിറയുന്ന സമയമാണ് കുമ്പസാരം എന്ന കൂദാശ. അതുകൊണ്ട് കുമ്പസാരം എന്ന കൂദാശ അറിയപ്പെടുന്നത് കരുണയുടെ കൂടാരം എന്ന പേരിലാണ്. കരുണയുടെ കൂടാരം. കാരണം അത്രമാത്രം ദൈവത്തിൻ്റെ വലിയ ശക്തമായ കരുണ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒഴുകുന്നത് കുമ്പസാരക്കൂടുകളിലാണ്. നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾ സങ്കീർത്തകനെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും. അവിടെ നിന്നോട് ക്ഷമിച്ചു എന്നാണ് പറയും. വീണ്ടും നമ്മൾ കാണുന്നത് 32-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവാൻ, പരമാർത്ഥ ഹൃദയരെ ആഹ്ലാദിച്ച് ആർത്ത് വിളിക്കുവാൻ. പ്രിയപ്പെട്ടവർ, ഈ ഒരു സങ്കീർത്തനം 32-ാം സങ്കീർത്തനം നമ്മോട് പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ പാപങ്ങളെ ഓർത്ത് പരിതപിച്ച് നിരാശപ്പെട്ട് നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല, മറിച്ച് അനുതാപത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് തിരിയണമെന്നുള്ളതാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ഈശോ വെളിപ്പെടുത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയുക. ഓരോ കുമ്പസാര കൂടുകളിലും കർത്താവിൻ്റെ കാരുണ്യം ശക്തമായി ഒഴുകുന്ന സമയമാണ്. ഈ ഒരു വലിയ കുമ്പസാര കൂടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുതാപത്തോടെ കർത്താവിനെ സമീപിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിലെ കെട്ടിക്കിടക്കുന്ന ഒത്തിരിയേറെ തടസ്സങ്ങളൊക്കെ മാറുന്നത് കർത്താവിൻ്റെ കരുണ ശക്തമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒഴുകുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും ശരിയാകുന്നില്ല. നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പലപ്പോഴും അത് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥകളൊക്കെയുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, കർത്താവിൻ്റെ സ്നേഹത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള കാര്യം ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ ഭക്തി ശക്തമായിട്ട് പ്രചരിപ്പിക്കണമെന്നും എല്ലാവരും ദൈവത്തിൻ്റെ കരുണ അറിയണമെന്നും ആ കരുണയിൽ ആശ്രയം വയ്ക്കണം എന്നും കൃത്യമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് വളരെ പ്രത്യേകമായിട്ട് നമുക്കും പ്രാർത്ഥിക്കാവുന്നതും നമ്മുടെയൊക്കെ ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥ അനുതാപത്തോടെ നമ്മൾ കടന്നു വരികയും ആ കർത്താവിൻ്റെ പാപമോചനവും കൃപയും അനുഗ്രഹവും ഒക്കെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്ഭുതകരമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മൾ ആ ഒരു നമ്മുടെ പാപങ്ങളെ വിശകലനം ചെയ്ത് ഏറ്റവും വലിയ നല്ല തീരുമാനത്തോടു കൂടെ ഈ ഒരു കുമ്പസാരമെന്ന കുദാശയെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. നല്ല കുമ്പസാരം നടത്തുവാനായിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ മുമ്പിലുള്ള വലിയ തടസ്സം എന്താണ്? അവിടെ ചെന്ന് കഴിയുമ്പോൾ വികാരി അച്ഛനെ കണ്ടില്ല, അല്ലെങ്കിൽ കുമ്പസാരിപ്പിക്കാൻ അച്ഛന്മാരില്ല, അല്ലെങ്കിൽ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നത്തേക്ക് മാറ്റിവെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എൻ്റെ പാപങ്ങൾ ഇതാണെന്ന് പറഞ്ഞു പോരുന്ന സമയമല്ല.
ഹൃദയം പൂർണ്ണമായിട്ടും തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ, ഞാനിതാണ്, എൻ്റെ അവസ്ഥ ഇതാണ്, എൻ്റെ ബലഹീനത ഇതാണ് എന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ 2 കൈകളും നീട്ടി നമ്മളെ സ്വീകരിക്കുന്ന ദൈവം. നമ്മുടെ പാപങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിക്കേ, അവർ ജീവിതകാലം മുഴുവൻ നമ്മളെ ഇട്ട് കളിയാക്കും. അവർ നമ്മളെ ഓർത്ത് നമ്മളെ പരിഹസിക്കും. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രങ്ങൾ. അതേ സമയത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ പാപങ്ങളും എൻ്റെ ബലഹീനതകളും എൻ്റെ വീഴ്ചകളും ഞാൻ ഏറ്റുപറയുമ്പോൾ 2 കൈ നീട്ടി എന്നെ സ്വീകരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ കൃത്യമായും അവിടെ പറഞ്ഞു വയ്ക്കുക, എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല, എൻ്റെ അകൃത്യങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. കർത്താവ് ക്ഷമിക്കും. അവിടെ നമുക്ക് ആവശ്യമുള്ളൊരു വലിയ പുണ്യമാണ് എളിമയെന്ന പുണ്യം. സ്വയം എളിമപ്പെടാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ പാപങ്ങൾ തുറന്ന് കർത്താവിന് മുമ്പിൽ ഏറ്റുപറയാൻ പറ്റത്തുള്ളൂ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നത് നമ്മൾ സ്വയം എളിമപ്പെടാനും വിനീതമായ ഹൃദയത്തോടെ കർത്താവിന് മുമ്പിൽ വ്യാപരിക്കാനും തുടങ്ങുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ, കൃപയുടെ സമയം, ദൈവത്തിൻ്റെ ശക്തമായ കാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ മേലും ലോകമെമ്പാടും ഉള്ള സകലരിലേക്കും ചൊരിയുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിലും ലോകം മുഴുവനിലും കർത്താവേ, നിൻ്റെ കരുണ ചൊരിയുവാനും എല്ലാവരും നിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാനും ആ ഒരു വലിയ കരുണയിൽ ആശ്രയം വയ്ക്കുവാനുമായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവിൻ്റെ കരുണ, കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കണമേ. നിൻ്റെ കരുണക്കടലിൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. യഥാർത്ഥ അനുതാപത്തോടെ എന്നെ സമീപിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിൻ്റെ വലിയ കൃപ നിറയുവാനും കർത്താവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളുടെ ആവശ്യങ്ങളുമെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും തിരുവോസ്തുരൂപനായ കുർബാനയപ്പമായി ഞങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബത്തിൻ്റെ അവസ്ഥകൾ, ഭാവി ജീവിതം, രോഗാവസ്ഥകളെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ജീവിത സാഹചര്യത്തിൽ ഒത്തിരിയേറെ വേദനകളിലും നൊമ്പരങ്ങളിലും ഭാരപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും കർത്താവേ, നിൻ്റെ സ്നേഹവും കരുതലും കരുണയുമാണ് ഞങ്ങൾക്ക് ആശ്രയം വയ്ക്കുവാനുള്ളത്. ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയം വയ്ക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമ്മെ തന്നെ സ്വയം എളിമപ്പെടുത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.